അഞ്ജന, അപ്പോ നമ്മള് മലയാള സിനിമയിലെ ട്വിസ്റ്റുകളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓക്കെ. മലയാള സിനിമയിൽ ഇപ്പോ ട്വിസ്റ്റുകളാണ് എല്ലാം. അവസാനം എത്തുമ്പോഴത്തേക്ക് അവസാനത്തെ ഒരു അരമണിക്കൂർ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് മലയാള സിനിമ. അതെ അതെ അതെ. അപ്പോ ഇപ്പോ ഏറ്റവും ഈ കിഷ്കിന്ധാകാന്ഡൊക്കെ വളരെ ചെറിയൊരു സിനിമയാണ്. ഉം. ഈ പിന്നെ ഒളപ്പമണ്ണയിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു അതാണ്. ഒളപ്പമണ്ണ മന, രണ്ടാമത്തെ മന, ഭ്രമയുഗൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു മനയും അതിന്റെ ഒരു പരിസരവും അല്ലാതെ വേറൊന്നും ആ സിനിമയ്ക്കില്ല. വളരെ ചെറിയ ഒരു സിനിമയാണത്. അപ്പൊ ആ ഒരു പിന്നെ അത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് പലപ്പോഴും ഈ സിനിമ. ക്ലൈമാക്സ് വലിയ ട്വിസ്റ്റ്, എത്ര വലിയ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും. പക്ഷേ ഈ ട്വിസ്റ്റുകൾക്കിടയിലും 2024 700 കോടിയോളം രൂപയുടെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായതാണ് പ്രൊഡ്യൂസർമാരുടെ സംഘടന പറയുന്നത്. കാരണം ഇറങ്ങിയിരിക്കുന്ന 199 സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത് ആകെ വിജയിച്ചിട്ടുള്ളത് 20 ചില്ലറ സിനിമകൾ മാത്രമാണ്. അതെ അതെ. അതുകൊണ്ട് പിടിച്ചത് ഇത്രയും ട്വിസ്റ്റുകളുള്ള സിനിമ ഇറങ്ങിയപ്പോഴും നമുക്കറിയാം ഈ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്ന സിനിമകളൊക്കെ പരമാവധി നമ്മൾ കാണാറുണ്ട്. അതെ അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള സിനിമകളൊന്നും തന്നെ വേണ്ട രീതിയിലുള്ള ഗുണം ഉണ്ടായില്ല. ആകെ തോന്നുന്നത് ഒരു വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് 100 കോടി കടന്നിട്ടുള്ളത്. അത് ശരിയാണ്. മഞ്ഞുമൽ ബോയ്സ് ആണ്. അതെ കുറച്ച് അതെ. ആദ്യം സർവൈവൽ നന്നായിട്ട് ഹിറ്റ് ആയിരുന്നു. ത്രില്ലർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. 200 കോടിക്ക് മുകളിൽ പോയി. ബാക്കിയുള്ള സിനിമകളൊക്കെ വലിയ നഷ്ടമാണ്. അപ്പൊ ഈ ട്വിസ്റ്റുകളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടായിരിക്കുമല്ലേ മലയാള സിനിമയ്ക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്? എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അതിനെ കാണുന്നത്, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഉള്ള സിനിമകളാണെങ്കിൽ വർഷത്തിൽ ചിലപ്പോൾ കുറച്ച് സിനിമകൾ, എണ്ണപ്പെട്ട സിനിമകൾ തന്നെ പറയാം, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പടം ഇറങ്ങിയാൽ നമ്മൾ ആരും തന്നെ അതിന്റെ പ്രിവ്യൂ കണ്ട് ഒരുപാട് പേരോട് അന്വേഷിച്ച് ഇങ്ങനെയൊക്കെയാണ് സിനിമ കാണാൻ പോകുന്നത്. അതും അത്രയ്ക്ക് നല്ല പ്രിവ്യൂ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് സെലക്റ്റീവ് ആയിട്ട് കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അത്രയും പടങ്ങൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് മുൻപ് പടങ്ങൾ ഇറങ്ങുമ്പോൾ ഇപ്പോഴാണെങ്കിലോ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മാസം തന്നെ എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതുമല്ല, നമ്മളിപ്പോ റിവ്യൂ വരുന്നുണ്ട്. തീർച്ചയായിട്ടും റിവ്യൂ, കാരണം റിവ്യൂ കൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് കാണുവാണ്. പിന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ല. മുൻപ് അതിനുള്ള സാഹചര്യമില്ല. ഇപ്പൊ സാഹചര്യങ്ങൾ കൂടിയപ്പോ ആളുകൾ ഭയങ്കര സെലക്റ്റീവായി, അതാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും. അപ്പൊ അത് ശരിക്കും ഈ ട്വിസ്റ്റുകൾ കൊണ്ട് ഇപ്പൊ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയ്ക്ക് ആളുകൾ കയറുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. കാരണം അപ്പോ എനിക്ക് തോന്നുന്നു പിന്നെ കുറെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ നല്ല ചിത്രങ്ങൾ വന്നിട്ട് പോലും ശ്രദ്ധിക്കപ്പെടാതെ പോയത് ഈ ട്വിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന സിനിമയ്ക്ക് അകത്ത് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കിഷ്കിന്ധാകാന്ഡവും ഭ്രമയുഗം വേറൊരു സിനിമയാണ്, അതും ട്വിസ്റ്റ് തന്നെയാണല്ലോ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക്. കാരണം അത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയുടെ ഏക രക്ഷപ്പെട്ട ഒരു സിനിമ കൂടിയാണ് കഴിഞ്ഞ വർഷം. മോഹൻലാലിന്റെ അതുമില്ല, മോഹൻലാലിന്റെ ഫറോസ് ഒക്കെ വേറൊരു തരത്തിലുള്ള സിനിമയാണ്. കാരണം അതൊരു കുട്ടികളെ, മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഇത്രയും കാലത്തിനിടയിൽ അദ്ദേഹം സിനിമാ മേഖലയിൽ അത്രത്തോളം നീന്തി തുടിച്ച ഒരു മനുഷ്യനാണ്. അയാൾ ആദ്യമായി സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന് പക്ഷേ ആളുകൾക്കിടയിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഇല്ല. എന്ന സിനിമ കണ്ടതാണ്. അത് കുട്ടികളെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കും. അവർക്ക് ആകർഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ സീക്വൻസുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അത് 3D ആണ്. ഒരു കല്ലെടുത്ത് അതിന് എറിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് നേരെ കല്ല് വരുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ കുട്ടികളെ അത്ഭുതപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതും ഒക്കെ അങ്ങനെ പേടിപ്പെടുത്തുന്നതല്ല, അല്ലാതെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സീക്വൻസുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ അത് രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അത് 2024 സിനിമകളാണ്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമ അത്തരത്തിലുള്ള ആ ഒരു സർവൈവൽ ത്രില്ലർ കൂടിയാണത്. അത്തരത്തിലുള്ള സിനിമകളൊക്കെ രക്ഷപ്പെടുകയും ഭ്രമയുഗം മറ്റൊരു തരത്തിലേക്ക് പോകും. അത് കുറച്ചും കൂടി ഒരു പൗരാണിക് സ്വഭാവമുള്ള സിനിമ കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ എല്ലാത്തിനും അവസാനം എത്തുമ്പോഴത്തേക്കും ഇപ്പൊ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ പോയി കാണുമ്പോൾ ഇതെന്താണ്, ഫാമിലി എന്റർടൈൻമെന്റ് പോലെ എടുത്തിരിക്കുന്ന സിനിമയാണ്. പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബ് ഉണ്ടാക്കുകയാണ് ലാസ്റ്റ് ആ സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക്. എന്നാൽ പോലും ആ ഒരു ലൊക്കേഷനിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു സിനിമയാണ്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഒരു ട്വിസ്റ്റും ഇല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് സംഭവിക്കുന്നത്, പക്ഷെ അതിൽ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുള്ള പടമാണ്. വേറൊരു കാര്യം വിനീഷ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില പടങ്ങൾ തിയേറ്ററിൽ ഹിറ്റ് ആവാറില്ല. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് അത് പിന്നെ അത് വീട്ടിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ പടം എന്തുകൊണ്ട് ഹിറ്റ് ആയില്ല. അപ്പൊ അവിടെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കാം ഒരു പക്ഷെ ആ പടത്തിൽ സംഭവിച്ചത്. അപ്പൊ നമ്മൾ പറയേണ്ടത്, ആളുകളുടെ ഈ പറഞ്ഞ പോലെ മുൻപേ പ്രിവ്യൂ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം ആയിരിക്കാം ഈ ഒരു പടത്തിനെ ഇത്രത്തോളം ഇതിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കാണേണ്ടത്, നമുക്ക് ഏത് തരത്തിലുള്ള ടെലിഫിലിം, ഷോർട്ട് ഫിലിം, ഇങ്ങനത്തെ എല്ലാം നമുക്ക് കാണാനുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത്രയും എക്സ്ട്രീം ലെവലിൽ ഇറങ്ങി നിൽക്കുവാണ്.
അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്കോൺ നമ്മള് ഇപ്പൊ തിയേറ്ററിൽ പോയി വാങ്ങണമെങ്കിൽ 300 ചുരുങ്ങിയത് കൊടുക്കണം. പണ്ട് കാലത്താണെങ്കിൽ ഈ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ ആൾക്കാര് ചുമ്മാ ഇപ്പൊ ആരും എന്താ പറയാ ക്യാഷ് ഒന്നും മുടക്കാൻ തയ്യാറല്ല. അവര് സെലക്റ്റീവ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവർക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവര് തിയേറ്റർ വരുമാനം മാത്രമല്ല, തിയേറ്റർ വരുമാനം ഒന്ന് OTT വഴി ആളുകൾ കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം കോവിഡ് കാലത്ത് തിയേറ്ററുകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. അന്ന് ആളുകൾ കണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്നെയായിരുന്നു സിനിമ കണ്ടിരുന്നത്. അപ്പൊ അന്ന് അത് വലിയ ഇപ്പോ ദൃശ്യം 2 ഒക്കെ റിലീസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിനകത്ത് ഇത് വരുന്നത്. അത് ആമസോൺ പ്രൈമിലാണ് തോന്നുന്നു ആ സമയത്ത് വന്നിരുന്നത്. അതിപ്പോ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെ അത് കാത്തിരുന്ന ആളുകൾ കണ്ടിരുന്നു. പക്ഷെ അത് വരുമാനം അത് സാമ്പത്തികമായിട്ട് വലിയ പരാജയമൊന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന കുറെ സിനിമകൾ മലയാളത്തിൽ മാർക്കോ, പക്ഷെ എനിക്ക് തോന്നുന്നു 10 കോടി എന്തോ ഇതിനകം തന്നെ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അത് ഭയങ്കര വയലൻസ് ആണ്. ഞാൻ ആ പടം പോയി കണ്ടു. പക്ഷെ ഞാൻ പറയട്ടെ, ആ പടം ഞാൻ പോയി കണ്ടു എന്ന് മാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം ഒന്ന് ഉണ്ണിമുകുന്ദൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുമല്ല, നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു മൈൻഡ് നമ്മൾക്ക് എവിടെയോ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കാലഘട്ടത്തെ കാണുന്നൊക്കെ വയലൻസ് ആണ്. ഇപ്പൊ KGF ഇറങ്ങിയപ്പോഴാണെങ്കിലും ഇപ്പൊ പുഷ്പ ആണെങ്കിലും, ആ പടമൊക്കെ പുഷ്പ 2 ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പലരും പല അഭിപ്രായം പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളാണ് നമ്മളെ ഒരു പടം കാണണോ കാണണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണോ നമ്മൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത് അത് നമ്മൾ ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, പണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നസീർ സാറിന്റെയും അതേപോലെ സത്യൻ സാറിന്റെയും ഒക്കെ പടം ഇപ്പൊ ഉള്ള ന്യൂ ജനറേഷൻ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ? കാരണം എന്റെ കസിൻസ് തന്നെ പറയും, എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് എന്തോന്നാണ് ഇതൊക്കെ എങ്ങനെ ആളുകൾ സഹിച്ചത്. പക്ഷെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അത് ഒരുപാട് വാല്യുബിൾ ആയിരുന്നു. ക്യാമറ അതിമനോഹരമായിരിക്കും. അയാളുടെ ഓരോ ഷോട്ടുകളും നമ്മൾ ഇരുന്ന് കാണും. അത് എവിടെ ക്യാമറ വെക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അയാൾക്ക് അറിയാം. പക്ഷെ ആ സിനിമയിൽ ലാസ്റ്റ് ഇതുപോലെ വലിയൊരു ട്വിസ്റ്റ് ആണ്. കുഞ്ചാക്കോ ബോബൻ നല്ല പെർഫോമൻസ് ആണ് അതിനകത്ത്. അതിൽ ജ്യോതിർമയിനെ എടുത്തു പറയേണ്ട ഒരു ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ ആ സോങ് ഹിറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു കുട്ടിക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തൊരു സിനിമയാണ്. അപ്പോ അത് വലിയൊരു മുതൽ മുടക്കുന്ന സിനിമയ്ക്ക് വേണ്ടി വരില്ല. കാരണം അയാളുടെ മുൻകാല സിനിമകളൊക്കെ എടുത്തു നോക്കുമ്പോൾ വലിയ സ്ഫോടനങ്ങൾ, അങ്ങനെ കുറെ ഗ്രാഫിക്സുകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ഒന്നുമില്ല. ചെറിയൊരു സിനിമ, ഒരു ഇടുക്കിയിലെ കുട്ടിക്കാലം ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമയാണ്. ഈ പറഞ്ഞു വരുന്നത് ഇത്രയും സിനിമകൾ, അതായത് വളരെ 10-20 സിനിമകൾ മാത്രം സാമ്പത്തിക വിജയം നേടുകയും ബാക്കി ഒരു 100 കോടി വരെ എത്തുകയും, അവർ പറയുന്നത്, ഈ പ്രൊഡ്യൂസർമാരുടെ സംഘടന പറയുന്നത് 650 മുതൽ 700 കോടി രൂപ വരെ നഷ്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് ഒരു കാരണം അവർ പറയുന്നത് ഈ നടന്മാരുടെ പ്രതിഫലം വയ്ക്കുന്നത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നടന്മാർ വലിയ പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നല്ല തിരക്കഥകളുടെ ഒരു അഭാവം ഒരു പരിധി വരെ, അങ്ങനെ പറയുന്നവരുണ്ട്. നല്ല തിരക്കഥകളില്ലാതെ നല്ല സംവിധായകരുണ്ടാവുന്നു, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ അത്തരത്തിലുള്ള ഒരു സിനിമകൾ എടുക്കുകയാണെങ്കിൽ, ഒരു ട്രാവൽ ജോണറുള്ള സിനിമയാണെങ്കിൽ അങ്ങനെ, ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ അങ്ങനെ ഓരോ തരത്തിലേക്കുള്ള പരീക്ഷണങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്നു ജോസി വാഗമറ്റത്തിന്റെയും അല്ലെങ്കിൽ പിന്നെ ഇവരുടെയൊക്കെ ക്രൈം സിനിമകൾ, നോവലുകൾ ഉണ്ടല്ലോ, പിന്നെ ബാറ്റൺ ബോസിന്റെ ഒക്കെ ആ ഒരു ഇതിലേക്ക് മലയാള സിനിമ ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെയുള്ളതില്ല. മുൻപ് നല്ല കഥകൾ ഉണ്ടായിരുന്നു നമ്മുടെ ലോഹിത സാറിന്റെ ആ ഒരു ടൈം. അതിന്റെ മുൻപേ തന്നെ ഒരുപാട് നല്ല സ്റ്റോറീസ് സെലക്റ്റീവ് ആയിട്ട്. ഇപ്പൊ ഒന്ന് കഥകളില്ല എഴുതാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി, എല്ലാം ഒരു വിധത്തെ തിരിച്ചു മറിച്ചു വന്നു. ഇപ്പൊ നമ്മൾ അന്യ ഭാഷകളിലെ ചിത്രങ്ങൾ എടുത്ത് ശരിക്കും നമ്മൾ സ്കൂളിൽ പറയുന്ന പോലെ കോപ്പിയടി എന്ന് പറയുന്ന പോലെ ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. കാരണം ഈ പടങ്ങളും കാണുന്നതാണ് നമ്മുടെ ആളുകൾ. എല്ലാ ഭാഷയിലുള്ള പടങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ ഒരു പടമായിട്ട് സാമ്യം തോന്നിയ ഒരു പടമാണ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്നത് എന്ന് അറിയുമ്പോൾ കാണാൻ ഒരു വലിയ ത്രില്ല് ഉണ്ടാവില്ല. ഇപ്പൊ ഒന്ന് ചിന്തിച്ചറിയാം, ബോഡി ഗാർഡ് എന്ന് പറയുന്ന പടം 2-3 ഭാഷകളിലായിട്ട് ഇറക്കി, അതായത് അവര് വേറെ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും 3 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളമാണ് ഏറ്റവും മനോഹരമായത്, അല്ലെ? അതില് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, അത്രയ്ക്കും വലിയ നടന്മാരാണ്. ഇപ്പൊ വിജയ് ആണ് തമിഴിൽ അഭിനയിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ഗാർഡ് സിനിമ എടുത്താൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ അത് 3 ഭാഷകളിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നില് ദിലീപേട്ടൻ മലയാളത്തിൽ ചെയ്തു, ഇപ്പൊ തമിഴിലാണെങ്കിൽ വിജയ് ചെയ്തു. വിജയ് അത്രയ്ക്ക് വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ദിലീപേട്ടന്റെ അഭിനയത്തിന്റെ അടുത്ത് എത്തിയിട്ടില്ല. കാരണം ഓരോ കാര്യത്തിനും ഒരു നിയോഗം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ സിനിമ ഇവർക്കുള്ളതാണെന്ന് പറഞ്ഞ അവസ്ഥ. ഇപ്പൊ പറയില്ലേ, വിവാഹമാണെങ്കിൽ ഇവള് തന്നെയാണ് വിധിച്ചത് എന്ന് പറയുന്ന പോലെ
സിനിമയ്ക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും ആ തിരക്കഥകൾ, നല്ല തിരക്കഥകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും. കാലം കഴിഞ്ഞു, ലോഹിദാസിന്റെ കാലം കഴിഞ്ഞു, നല്ല എഴുത്തുകാരും ഒരുപാട് വരും. പിന്നെ രഘുനാഥ് വലേരി ഒക്കെ പോലെയുള്ള ആളുകൾ, അതെ അതെ അങ്ങനെ കുറെ പിന്നെ നല്ല എഴുത്തുകാർ, നല്ല കഥകൾ വരുന്ന സമയത്ത് നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ മലയാള അതെ. സിനിമയിൽ. നല്ല ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, നല്ല സംവിധാനത്തിൽ അത്യാവശ്യം നല്ല കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ നല്ല തിരക്കഥകളുടെ, നല്ല കഥകളുടെ ഒരു അഭാവം മലയാള സിനിമയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അല്ലെ? ശരിയാണ്. മാത്രമല്ല ഈ അഭിനയം എന്ന് പറയുന്ന കാര്യം ഇപ്പൊ റിയൽ ആണ്. മുൻപ് നമുക്കൊരു പടം കാണുമ്പോൾ ഇതൊരു അഭിനയമാണെന്ന് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തില് അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ള നടന്മാരൊക്കെ ചെയ്യുന്നത്. റിയൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് വലിയൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? എന്നിട്ടും സിനിമകൾക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. നമ്മൾക്ക് ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാണുന്ന ആൾക്കാരുണ്ട്, കാണാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു എന്റർടൈൻമെന്റ് തന്നെയാണ്, ഒരു പടം തിയേറ്ററിൽ പോയി കാണുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊരു കാലം വരട്ടെ. ഇനി നല്ല സിനിമകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റട്ടെ. അതെ, നല്ല സിനിമകൾ, നല്ല തിരക്കഥാകൃത്തുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നല്ല സിനിമ ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ മലയാള സിനിമ അതിന്റെ പ്രതാപകാലത്തിലേക്ക് 2025 അതിന്റെ പ്രതാപകാലത്തിലേക്ക്, അല്ലെങ്കിൽ മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്നേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. തീർച്ചയായും.